ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ പോളിംഗ് ശതമാനത്തിൽ വൻ വർധനവാണ് ഉണ്ടായത്. 2014 74.02% പേർ വോട്ട് രേഖപ്പെടുത്തിയപ്പോൾ ഇത്തവണ 77.13% വോട്ടർമാർ സമ്മതിദാനാവകാശം വിനിയോഗിച്ചു. ഏറ്റവും കൂടുതൽ പോളിംഗ് കണ്ണൂരിലും കുറവ് തിരുവനന്തപുരത്തുമാണ്. ത്രികോണ മത്സരം നടന്ന തൃശൂർ, പത്തനംതിട്ട, തിരുവനന്തപുരം മണ്ഡലങ്ങളിൽ പോളിംഗ് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ തോതിൽ വർദ്ധിച്ചു. പത്തനംതിട്ടയിൽ 8.34% പേർ അധികം വോട്ട് ചെയ്തു. രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ദേശീയ ശ്രദ്ധ നേടിയ വയനാട്ടിൽ 6.81% പോളിംഗ് വർധന. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് കൃപാനാരായണൻ, കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ്, കോഴിക്കോട് നിന്ന് KR സാജു എന്നിവർ ചേരുന്നു. ആദ്യം സാജുവിലേക്ക്. സാജു, കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുള്ളത് കണ്ണൂരും പിന്നീട് വയനാട്ടിലുമാണ്. എങ്ങനെയാണ് മറ്റു മണ്ഡലങ്ങളിലെ പോളിംഗ് ശതമാനം? ഒപ്പം തന്നെ ഈ വർദ്ധിച്ച പോളിംഗിൽ ഓരോ മുന്നണികൾക്കുമുള്ള പ്രതീക്ഷകൾ എന്തൊക്കെയാണ്? ഹുസ്ന, വടക്കൻ കേരളം സാധാരണഗതിയിൽ തന്നെ മെച്ചപ്പെട്ട പോളിംഗ് രേഖപ്പെടുത്താറുള്ള മണ്ഡലങ്ങളാണ് വടക്കൻ കേരളത്തിൽ ഉള്ളത്. പക്ഷേ ഇത്തവണ നമുക്കറിയാം, വയനാട് എടുത്താൽ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം കൊണ്ട് ഏറെ ശ്രദ്ധേയമായിരുന്നു. വലിയ പ്രചരണ രംഗത്ത് UDF-ഉം അതുപോലെ തന്നെ രാഹുൽ ഗാന്ധി സ്ഥാനാർത്ഥിയായതോടുകൂടി LDF-ഉം മികച്ച രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ഇത്തവണ വയനാട്ടിൽ നടത്തിയിരിക്കുന്നു. ഇത് വയനാട്ടിലെ പോളിംഗ് ശതമാനത്തിൽ വർധനവ് വരുത്തിയിട്ടുണ്ട്. വയനാട്ടിൽ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായി വെബ്സൈറ്റിൽ നൽകുന്ന കണക്കുകൾ പരിശോധിച്ചാൽ 7.6% വർധനവാണ് പോളിംഗിൽ ഉണ്ടായിരിക്കുന്നത്. അതായത് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 73.25% വയനാട്ടിലെ പോളിംഗ് എങ്കിൽ ഇത്തവണ അത് 80.31 ആയി ഉയർന്നിരിക്കുന്നു. ഒരുപക്ഷെ സംസ്ഥാനത്തെ പത്തനംതിട്ട കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ പോളിംഗ് ശതമാനത്തിലെ വർധനവ് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ നോക്കിയാൽ ഉണ്ടായിരിക്കുന്ന മണ്ഡലം വയനാടാണ് എന്ന് പറയാം. അത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം സൃഷ്ടിച്ച തരംഗം തന്നെയാണ് എന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. ഇത്തരത്തിൽ ഇപ്പോൾ UDF കണക്ക് കൂട്ടുന്നത് ഒരു 2.5 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിന്ന് ജയിക്കും എന്നാണ്. അതേസമയം LDF കേന്ദ്രങ്ങൾ പറയുന്നത് മുമ്പെങ്ങുമില്ലാത്ത രീതിയിലുള്ള താഴെത്തട്ടിലുള്ള പ്രവർത്തനം വയനാട്ടിൽ തങ്ങൾ നടത്തിയിട്ടുണ്ട്. അതുകൊണ്ടാണ് കൂടിയാണ് പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായത്. അത് തങ്ങൾക്ക് കൂടി അനുകൂലമാകും എന്നുള്ളതും UDF പ്രതീക്ഷിക്കുന്ന ഭൂരിപക്ഷം രാഹുൽ ഗാന്ധിക്ക് വയനാട്ടിൽ ലഭിക്കില്ല എന്നുമാണ് LDF ഈ പോളിംഗ് ശതമാനത്തിന്റെ അടിസ്ഥാനത്തിൽ വയനാട്ടിൽ പറയുന്നത്. മറ്റു മണ്ഡലങ്ങൾ പരിശോധിച്ചാൽ പാലക്കാട് 2.35% പോളിംഗ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വർദ്ധിച്ചു. പൊന്നാനിയിലേക്ക് പോയ 1% 1.04% വർധനവുണ്ടായി. മലപ്പുറത്ത് 4.17% വർധനവ് പോളിംഗിലുണ്ടായിരിക്കുന്നു. ആലത്തൂരും 4% 4.09% വർധനവ്. കാസർഗോഡ് 1.66% വർധനവ് ഉണ്ടായിരിക്കുന്നു. കണ്ണൂരിലെ പോളിംഗ് ശതമാനം ഏറ്റവും കൂടുതൽ കണ്ണൂരാണ് സംസ്ഥാനത്തെങ്കിലും കണ്ണൂരിലെ വർധനവ് 1.99%. കോഴിക്കോട്ടെ 1.68% വോട്ട് പോളിംഗ് വർദ്ധിച്ചു. വടകരയിൽ 1.11% വർദ്ധിച്ചു. ഇതിൽ ഏറ്റവും ശക്തമായ മത്സരം നടന്ന 3 മണ്ഡലങ്ങളെ നമുക്ക് പരിശോധിച്ചാൽ അത് കണ്ണൂരും കോഴിക്കോടും അതുപോലെ വടകരയുമാണ്. വടകരയിലേക്ക് വന്നാൽ UDF സ്ഥാനാർത്ഥി പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു LDF കള്ള വോട്ടുകൾ വ്യാപകമായി ചെയ്തിരിക്കുന്നു എന്നുള്ളത്. മാത്രമല്ല LDF-ന്റെ തട്ടകങ്ങളിൽ ഏറ്റവും കനത്ത പോളിംഗിലേക്ക് പോകുന്നതായിരുന്നു നമ്മൾ പോളിംഗിൻ്റെ ആദ്യ സമയം മുതൽ തന്നെ കണ്ടിരിക്കുന്നത്. ഇത് LDF-ന്റെ ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസിൻ്റെ സംഘടനാപരമായ ദൗർബല്യങ്ങൾ വടകരയിൽ പ്രകടമായിരുന്നു. അത് ഒരു തിരിച്ചടിക്ക് കാരണമായേക്കാമെന്ന ആശങ്ക ഇപ്പോൾ UDF ക്യാമ്പിലുണ്ട് എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതുകൂടി മുന്നിൽ വെച്ചുകൊണ്ടാണ് UDF സ്ഥാനാർത്ഥിയുടെ പ്രതികരണങ്ങൾ എന്നുകൂടി നമ്മൾ കണക്കാക്കേണ്ടി വരും. പക്ഷേ അപ്പോഴും UDF പറയുന്നത് കഴിഞ്ഞ തവണ 3000-ലധികം വോട്ടുകൾക്കായിരുന്നു മുല്ലപ്പള്ളി രാമചന്ദ്രൻ ജയിച്ചു കയറിയത്. അതിന് സമാനമായ ചില സാഹചര്യങ്ങൾ മണ്ഡലത്തിലുണ്ട്. അതിനാൽ തന്നെ പോളിംഗ് ശതമാനത്തിലെ വർധനവ് തങ്ങൾക്ക് അനുകൂലമാണ്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ മേഖലയിലെ വോട്ടിംഗ് ശതമാനത്തിലെ വർധനവ് കോഴിക്കോട്ടെ സംബന്ധിച്ചിടത്തോളം ഇരു മുന്നണികളും പ്രതീക്ഷ പങ്കുവയ്ക്കുന്നു എന്നുള്ളതാണ്. കാരണം ഇരു മുന്നണികളുടെയും ശക്തി കേന്ദ്രങ്ങളിൽ താരതമ്യേന മെച്ചപ്പെട്ട മികച്ച പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. കോഴിക്കോട് നോർത്തും എലത്തൂരിലെയും ബാലുശ്ശേരിയിലെയും ഒക്കെ പോളിംഗ് ശതമാനത്തിലെ വർധനവുകൾ LDF-ന്റെ കണക്കുകൂട്ടലുകൾക്ക് കോഴിക്കോട് തിരിച്ചുപിടിക്കാമെന്ന പ്രതീക്ഷകൾക്ക് കരുത്തു പകരുന്നുണ്ട്
വരുന്നുണ്ട്. ഒപ്പം പതിവ് പോലെ തന്നെ കൊടുവള്ളിയും കുന്നമംഗലവും അടക്കമുള്ളവരുടെയെങ്കിലും മികച്ച പോളിംഗ് തന്നെയുണ്ട്. അത് UDF പ്രതീക്ഷകൾക്ക് കരുത്തു പകരുന്നുണ്ട്. കാരണം കഴിഞ്ഞ തവണ കൊടുവള്ളിയും ഒക്കെ നൽകിയ ഭൂരിപക്ഷമായിരുന്നു UDF സ്ഥാനാർത്ഥിയുടെ മികച്ച ഭൂരിപക്ഷത്തിലേക്ക് പോകാൻ കോഴിക്കോട് ഇടയാക്കിയത്. അതുകൊണ്ട് ഇത്തവണ അത് ആവർത്തിക്കും എന്ന കണക്കുകൂട്ടലിൽ തന്നെയാണ് UDF ക്യാമ്പുള്ളത്. മറ്റൊന്ന് കണ്ണൂരാണ്. കണ്ണൂരിൽ പോളിംഗ് ശതമാനത്തിലെ വർധനവ് 1.99% അത് തങ്ങൾക്ക് അനുകൂലമാണെന്നും വളരെ ചിട്ടയായ പ്രവർത്തനങ്ങൾ മണ്ഡലത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുമാണ് LDF ക്യാമ്പ് പറയുന്നത്. പക്ഷേ UDF പറയുന്നു വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ തരംഗ സൃഷ്ടിച്ച അലയൊലികൾ ഒപ്പം ന്യൂനപക്ഷ വോട്ടുകൾ തങ്ങൾക്ക് അനുകൂലമായി കേന്ദ്രീകരിക്കപ്പെട്ടിട്ടുണ്ട്. ഇതെല്ലാം തന്നെ പോളിംഗ് ശതമാനത്തിലെ വർധനവിന് കാരണമായതായും UDF ക്യാമ്പും അവകാശപ്പെടുന്നു. പക്ഷേ അവസാന നിമിഷങ്ങളിൽ ന്യൂനപക്ഷ കേന്ദ്രങ്ങളിൽ ചില പ്രചരണങ്ങൾ കണ്ണൂരിലെ UDF സ്ഥാനാർത്ഥി രാജ്മോഹൻ കെ സുധാകരനെതിരെ നടന്നിരുന്നു. അത് കെ സുധാകരൻ ജയിച്ചാൽ BJPയിലേക്ക് പോകും എന്ന തരത്തിലായിരുന്നു ന്യൂനപക്ഷ കേന്ദ്രങ്ങളിലുണ്ടായിരുന്ന ഒരു പ്രചരണം. അതിൻ്റെ ഇമ്പാക്റ്റ് എന്താണ് എന്ന് നമുക്ക് അറിയാൻ മെയ് 23 വരെ കാത്തിരുന്നേ മതിയാവൂ എന്നുള്ളതാണ്. പാലക്കാടും ആലത്തൂരും ശരി, സാജു വടക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് സാജു നൽകിയത്. കൊച്ചിയിൽ നിന്ന് ആസിഫ് മുഹമ്മദ് ഉണ്ട്. ആസിഫ്, ത്രികോണ മത്സരം നടന്ന തൃശ്ശൂരിലടക്കം മികച്ച പോളിംഗ് ആണ് മധ്യ കേരളത്തിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. എങ്ങനെയാണ് ഓരോ മണ്ഡലങ്ങളിലെയും പോളിംഗ് നില? ഹുസ്ന, മധ്യകേരളത്തിൽ ത്രികോണ മത്സരം നടന്ന തൃശ്ശൂരും കോട്ടയവും അടക്കം എല്ലാ മണ്ഡലങ്ങളിലും ഒരു മികച്ച പോളിംഗ് ആണ് രേഖപ്പെടുത്തിയത്. മധ്യകേരളത്തിൽ ഇടുക്കിയിലാണ് ഏറ്റവും ഉയർന്ന പോളിംഗ്. കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ 2014 കണക്കെടുത്താൽ ഉയർന്ന പോളിംഗ്, കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയത് ഇടുക്കിയിലാണ്. ഇടുക്കിയിൽ 6% വർധനവാണ് ഇടുക്കിയിലുണ്ടായിട്ടുള്ളത്. അതേസമയം ആലപ്പുഴയിൽ ഏറ്റവും കുറവ് രേഖപ്പെടുത്തിയത് മധ്യകേരളത്തിൽ ആലപ്പുഴയിലാണ്. തൃശ്ശൂരിൽ 5%, ചാലക്കുടി, എറണാകുളം, കോട്ടയം എന്നിവിടങ്ങളിൽ 4%യും വർധനവ് രേഖപ്പെടുത്തി. നമുക്ക് ഓരോ മണ്ഡലം പരിശോധിച്ചാൽ എറണാകുളത്ത് 4% വർധനമാണ് രേഖപ്പെടുത്തിയിരുന്നത്. കഴിഞ്ഞ തവണ 73.58 ആയിരുന്നത് ഇത്തവണ 77.54 ഉയർന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഉയർന്ന വോട്ടിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ഒരു വിലയിരുത്തലാണ് UDF ക്യാമ്പുള്ളത്. അവർ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് സാധാരണഗതിയിൽ തങ്ങൾക്ക് ലഭിക്കാറുള്ളതിനേക്കാൾ വലിയൊരു ഭൂരിപക്ഷം ഇത്തവണ ലഭിക്കും. കാരണം സാധാരണഗതിയിൽ LDFന്റെ വോട്ടുകൾ പൂർണ്ണമായും പോൾ ചെയ്യപ്പെടാറുണ്ട്. ഇത്തവണ അധികം വന്ന വോട്ടിംഗ് ശതമാനം തങ്ങൾക്ക് അനുകൂലമാകുമെന്ന ഒരു വിലയിരുത്തലാണ് എറണാകുളത്ത് UDF ഉള്ളത്. എന്നാൽ ന്യൂനപക്ഷങ്ങൾ അടക്കം അതുപോലെ തന്നെ തീരദേശ മേഖലയിലടക്കം കഴിഞ്ഞ തവണ അല്ലെങ്കിൽ എല്ലാ തവണയും വോട്ട് ചെയ്യാത്ത ആളുകൾ ഇത്തവണ കൂട്ടമായി എത്തി വോട്ട് ചെയ്തുവെന്നും അത് തങ്ങളുടെ ഒരു പ്രവർത്തനത്തിന്റെ മികവാണ് എന്നും LDF അവകാശപ്പെടുകയും ചെയ്യുന്നു. അത്തരത്തിൽ അതുകൊണ്ട് തന്നെ ഒരു അട്ടിമറി വിജയം എറണാകുളത്തുണ്ടാകുമെന്നൊരു പ്രതീക്ഷയാണ് LDF ക്യാമ്പിനുള്ളത്. ചാലക്കുടിയിലേക്ക് വന്നാൽ ചാലക്കുടിയിൽ ചരിത്രത്തിലെ ഏറ്റവും ഉയർന്ന പോളിംഗ് ആണ് ചാലക്കുടിയിൽ രേഖപ്പെടുത്തിയത്. 80.44. കഴിഞ്ഞ തവണ 76.92 ആയിരുന്നു. ഇത്തവണ 4% വർധനവ് ചാലക്കുടിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. ചാലക്കുടിയെ സംബന്ധിച്ചിടത്തോളം ശക്തമായ ഒരു മത്സരം, UDFും LDFും തമ്മിൽ ശക്തമായ ഒരു മത്സരം നടന്ന ഒരു മണ്ഡലം എന്ന് പറയാം. കാരണം സിറ്റിംഗ് MPയെ തന്നെ പാർട്ടി ചിഹ്നത്തിലേക്ക്, കഴിഞ്ഞ തവണ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ മത്സരിച്ച സിറ്റിംഗ് ഇന്നസെന്റിനെ ഇത്തവണ പാർട്ടി ചിഹ്നത്തിലായിരുന്നു LDF കളത്തിലിറക്കിയത്. എന്നാൽ ബെന്നി ബെഹനാൻ സ്ഥാനാർത്ഥിയായി ഇറക്കി ശക്തമായ ഒരു പോരാട്ടം UDFും തുറന്നിട്ടു. എന്നാൽ ചില മേഖലകളിൽ ബെന്നി ബെഹനാനെതിരെ വ്യാപകമായ ഒരു പ്രതിഷേധം അല്ലെങ്കിൽ ഒരു ക്യാമ്പയിൻ നടന്നിരുന്നു. പ്രധാനമായി 2020 അടക്കമുള്ള സംഘടനകൾ ബെന്നി ബെഹനാനെതിരെ വലിയൊരു ക്യാമ്പയിൻ നടത്തിയിരുന്നു. ആ ഒരു മണ്ഡലങ്ങളിലടക്കം ഉയർന്ന പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകമായി പറഞ്ഞാൽ കുന്നത്തനാട് നിയോജക മണ്ഡലത്തിൽ വലിയൊരു പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഒരു പ്രദേശങ്ങളിൽ ബെന്നി ബെഹനാനെതിരെ വലിയൊരു ക്യാമ്പയിൻ തന്നെ നടന്നിരുന്നു. അതുകൊണ്ട് ആ പ്രദേശത്ത് ഉയർന്ന പോളിംഗിനെ സംബന്ധിച്ച് UDFിന് ഒരു ആശങ്കയുണ്ട്. എന്നാൽ അപ്പോൾ തന്നെ ന്യൂനപക്ഷ മേഖലകളിൽ പോളിംഗ് ഉയർന്നത് അത് തങ്ങൾക്ക് അനുകൂലമാക്കി മാറുമെന്നൊരു പ്രതീക്ഷയിലാണ് UDF ക്യാമ്പ് ഉള്ളത്. ഒരു 10,000-നും 15,000-നും ഇടയിലെങ്കിലും ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നൊരു പ്രതീക്ഷയാണ് UDFിനുള്ളത്. എന്നാൽ LDFിനെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച ഒരു ഭൂരിപക്ഷം ഉണ്ടാകുമെന്നൊരു പ്രതീക്ഷ ചാലക്കുടിയിൽ LDFും പങ്കുവെക്കുന്നു. നമുക്ക് തൃശ്ശൂരിലേക്ക് പോയാൽ തൃശ്ശൂരിൽ ശക്തമായ ഒരു ത്രികോണ മത്സരമായിരുന്നു നടന്നത്. 5% വർധനവ് തൃശ്ശൂരിൽ രേഖപ്പെടുത്തി. ഇടുക്കി കഴിഞ്ഞാൽ മധ്യകേരളത്തിൽ ഏറ്റവും ഉയർന്ന പോളിംഗ് ശതമാനത്തിന്റെ വർധനവിൽ ഏറ്റവും ഉയർന്നത് തൃശ്ശൂർ തന്നെയായിരുന്നു. ഏതായാലും തൃശ്ശൂരിലും 3 മുന്നണികളും ഒരു പ്രതീക്ഷയിൽ തന്നെയാണ്. ശബരിമല വികാരം അടക്കം വോട്ടിങ്ങിലൂടെ പ്രതിഫലിച്ചു എന്നാണ് NDAയുടെ വിലയിരുത്തൽ. ഈ ഉയർന്ന പോളിംഗ്, അതായത് കഴിഞ്ഞ തവണത്തേക്കാൾ
5% അധികമായി വന്ന 5% സ്ത്രീകളുടെ അടക്കം വോട്ടുകളാണ്. അതൊരു ഹിന്ദു കമ്മ്യൂണിറ്റിയിൽ നിന്ന് വന്ന വോട്ടുകൾ, ശബരിമല വികാരം കണക്കിലെടുത്ത് വന്ന വോട്ടുകൾ അത് തങ്ങൾക്ക് അനുകൂലമായി മാറും എന്ന ഒരു വിലയിരുത്തലാണ്. കേരളത്തിൽ നിന്നുള്ള വിവരങ്ങളാണ് ആസിഫ് മുഹമ്മദ് നൽകിയത്. തിരുവനന്തപുരത്ത് നിന്ന് കൃപ നാരായണൻ കൂടി ചേരുന്നു. കൃപയിലേക്ക്. കൃപ, തിരുവനന്തപുരത്ത് മാത്രം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 15 വർഷത്തിനിടയിലെ ഏറ്റവും മികച്ച പോളിംഗ് ആണ് തിരുവനന്തപുരത്ത് രേഖപ്പെടുത്തിയത്. ഒപ്പം തന്നെ മറ്റെല്ലാ മണ്ഡലങ്ങളിലും മികച്ച പോളിംഗ് തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. നമുക്ക് ലഭിക്കുന്ന കണക്കുകൾ എങ്ങനെയാണ്? ഹുസ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ കൃപ, കേൾക്കാമെങ്കിൽ എങ്ങനെയാണ് തെക്കൻ കേരളത്തിൽ നിന്നുള്ള വിവരങ്ങൾ? ഹുസ്ന സൂചിപ്പിച്ചതുപോലെ തന്നെ തെക്കൻ കേരളത്തിൽ വലിയ തോതിൽ പോളിംഗിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് എടുത്താൽ തിരുവനന്തപുരത്ത് 73.45 കേരളത്തിൽ മൊത്തത്തിൽ കുറവാണെങ്കിൽ പോലും തിരുവനന്തപുരത്ത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് ഈ 15 വർഷത്തെ തെരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഏറ്റവും ഉയർന്ന ഒരു പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. 5% വർധനമാണ് 2014 അപേക്ഷിച്ച് ഉണ്ടായിട്ടുള്ളത്. ആറ്റിങ്ങലിലും 6%-ലേറെ വർധനവാണ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ തിരുവനന്തപുരത്ത് വലിയ തോതിൽ പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. 5% വർധനവ് ഉണ്ടായിട്ടുണ്ട്. തീരദേശ മേഖലയിൽ വലിയ തോതിലുള്ള പോളിംഗ് രേഖപ്പെടുത്തിയിരുന്നു. പല മണ്ഡലങ്ങളിലും രാത്രി 7 മണിക്ക് ശേഷവും പോളിംഗ് തുടരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അടുത്ത ആറ്റിങ്ങലിലേക്ക് വന്നാൽ ആറ്റിങ്ങലിലും 6% പോളിംഗ് ആണ് 6% കൂടുതൽ പോളിംഗ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിശക്തമായ ഒരു മത്സരം തന്നെയായിരുന്നു ആറ്റിങ്ങലിലും ഉണ്ടായിരുന്നത്. 3 മുന്നണികളും ശക്തമായ സ്ഥാനാർത്ഥികൾ തന്നെയാണ് നിർത്തിയിരുന്നത്. കൊല്ലത്തേക്ക് വന്നാൽ കൊല്ലത്തും പോളിംഗ് ശതമാനത്തിൽ വർധനവുണ്ടായിട്ടുണ്ട്. LDF-ഉം UDF-ഉം നേർക്കുനേർ അതിശക്തമായ ഒരു പോരാട്ടം കാഴ്ചവെച്ച മണ്ഡലമാണ് കൊല്ലത്ത് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കൊല്ലത്തും വലിയ തോതിലുള്ള പോളിംഗ് തന്നെയാണ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുള്ളത്. ഈ പോളിംഗ് ആർക്ക് അനുകൂലമാകും എന്നൊരു ആശങ്കയിലാണ് ഇരു മുന്നണികളും. കാരണം വലിയ തോതിൽ LDF-ഉം UDF-ഉം ഏറ്റവും ശക്തമായി കേരളത്തിൽ ആകെ നേർക്കുനേർ വന്ന ഏറ്റവും ശക്തമായ മണ്ഡലങ്ങളിൽ ഒന്നാണ് കൊല്ലം എന്നുള്ളത്. പത്തനംതിട്ടയിൽ ശക്തമായ ത്രികോണ മത്സരം നടന്ന തെക്കൻ കേരളത്തിലെ ഏറ്റവും അതിശക്തമായ ത്രികോണ മത്സരം നടന്ന മണ്ഡലമാണ് പത്തനംതിട്ട. ഈ പത്തനംതിട്ടയിൽ 10 ലക്ഷത്തിലേറെ പേരാണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തിയത്. അതായത് 9% കൂടുതൽ പോളിംഗ് ആണ് 2014 അപേക്ഷിച്ച് രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഇത് വലിയ തോതിൽ ശബരിമല ഏറ്റവും അധികം പ്രചാരണ വിഷയമായ ഒരു മണ്ഡലമാണ് പത്തനംതിട്ട. തെക്കൻ കേരളത്തിൽ ശബരിമല വിഷയം വളരെയധികം വികാരപരമായി തന്നെ അവതരിപ്പിക്കപ്പെട്ട ഒരു മേഖലയാണ് തെക്കൻ കേരളം. അതിൽ ഏറ്റവും കൂടുതൽ ശബരിമല പത്തനംതിട്ടയിലാണ്. 1.5 മാസം നീണ്ട പ്രചാരണത്തിന് ശേഷം കേരളം വിധിയെഴുതിയപ്പോൾ മികച്ച പോളിംഗ് തന്നെയാണ് പ്രചാരണത്തിൽ കണ്ട അതേ ആവശ്യം പോളിംഗ് ബൂത്തുകളിലും കണ്ടു എന്ന് തന്നെ വേണം കരുതാനായി. മികച്ച പോളിംഗ് ആണ് കേരളത്തിലെ 20 മണ്ഡലങ്ങളിലും രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ പ്രതിനിധികളാണ് വിശദാംശങ്ങൾ നൽകിയത്.